അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മധുത്താണ് ഗൈസ്. ദെൻ പിന്നെ ഒണിയന് ഇത് ഇതായിരുന്നു. ഇതാ ചിക്കൻ കറിയാണ് ഞാൻ. അതിനുശേഷം ചിക്കന് ഇതിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ. പിന്നെ അതിൻ്റെ മുളക്, പിന്നെ ക്യാപ്സിക്കോ നാവിൻ്റെ മുമ്പിലുണ്ട്, പക്ഷെ കിട്ടിയില്ല ഗൈസ്. ക്യാപ്സിക്കോ. അപ്പം ഗൈസ് ഞാൻ ചിക്കൻ കഴുകാറുള്ളത് ഉപ്പിട്ടിട്ടാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ കല്ലുപ്പല്ല പൊടിയിട്ടോ, അല്ല കല്ലുപ്പൊടാ പൊടിയിടാന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോകും. നമ്മൾ തക്കാളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി മിക്സി അടിക്കാം. കുടങ്ങണില്ലല്ലോ. ഓക്കെ ഓക്കെ. നടക്കുന്ന മിക്സി നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടോളൂ ഗൈസ്. അനീനന്റെ മധൂത്ത് എന്താ പറയാനുള്ളത്? അനീനയുടെ സ്പെഷ്യൽ മധൂത്താണ് ഗൈസ്. ഇത് കഗ്ഗാട്ടോ, അരി കഗ്ഗാണ്. അരിയോ 4 ഗ്ലാസ് അരി, 4 ഗ്ലാസ് വെള്ളം. പിന്നെ ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കണം. അരി വെള്ളത്തിലിട്ടേക്കണം 45 മിനിറ്റ്സ് നമ്മൾ എന്താക്കണം? ഇത് വെള്ളത്തിൽ ഊറ്റ ഇതിലേക്ക് ഇടാം. ഓക്കെ. ഇത് വേഗം ആവോ അല്ലെങ്കിൽ ഈസി ആണോ? എന്താണ് അഭിപ്രായം? ഈസിയാണ്. അപ്പൊ നിങ്ങൾ എന്നും ഇതുണ്ടാക്കാം എല്ലാരും. പക്ഷെ അരിക്ക് നല്ല റേറ്റ് ആണോ? ഇല്ല, ഞാൻ ആ ഫോട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. ഇതിന്റെ പേരിക്ക് നേരത്തെ കിട്ടിയില്ല. ക്യാപ്സിക്കോ. മക്കളെ ആരും എന്റെ കോലൊന്നും കണ്ടിട്ട് പേടിക്കേട്ടാ. പറയും തക്കാളി പേസ്റ്റ് പീടിയെന്ന് വാങ്ങുന്നതാണ്. ഇവിടെ കിട്ടാത്ത നമ്മളത് ഉണ്ടാക്കുന്നു. അപ്പൊ കളർ കിട്ടാൻ വേണ്ടി കാശ്മീർ മുളക് പൊടി ഇടാൻ പറ്റില്ല. ഇല്ല. അപ്പൊ അതെന്നെ ഇടണ്ട ഗൈസ്. ഇതിന്റെ പേരൊന്ന് പറഞ്ഞെടുക്ക്. ഫുഡ് കളർ. അല്ല ഇവിടെ സ്ഥലമല്ല, ചെയ്യ കുഞ്ഞി കിച്ചണാ. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കൈ പൊള്ളുന്നതെന്ന് ശ്രദ്ധിക്കണം. കാരണം കൈ പൊള്ളിയാൽ ഗൈസ് നമുക്കൊന്നും അത്ര വേദന ആവും. ശേഷം എന്താ ചെയ്യേണ്ടത്? കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങള് ശേഷം എന്താണ് പറയൂ? സൺഫ്ലവർ ഓയിൽ. ഒരു പാട്ട് പാടുക നീന, ഒരു കവിത. ഇവള് ഭയങ്കര മലയാളത്തിൽ വലിയ ഹീറോ. നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇത് അനീനയുടെ സ്പെഷ്യൽ മധുത്താട്ടോ ഗൈസ്. അപ്പൊ എല്ലാരും പറയണത് ഇങ്ങനെയൊന്നല്ല ഉണ്ടാക്കല് എന്നൊക്കെ. അത് ഇവിടെ സ്പെഷ്യൽ അല്ലേ? എൻ്റെ ഓൾ സ്പെഷ്യൽ. ഓരോരുത്തർക്കും ഓരോരോ സ്പെഷ്യൽ ഉണ്ടാവും. എന്താ കുക്കർ ചൂടായി. അപ്പൊ നമുക്ക് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അപ്പൊ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരും. അപ്പൊ നമ്മളിതാ ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഒരു 5 ഏലക്കായി. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഏലക്കായിലൊക്കെ കൂട്ടാം. 5 ഏലക്കായി. ഇതിപ്പോ അമ്മക്ക് കുറച്ച് ഓവറാവരുത്, ചോയ്ക്കും ഏലക്കായി. പിന്നെ കറാമ്പു, ഇതും കൂടുതലാവരുത്. ഇത് വിട്ടു നിക്കാനുണ്ടോ ഗൈസ്? അത് വേറെ കൂട്ടിയൊക്കെ ചെയ്തിട്ട് അതിന്റെ അണ്ണാക്ക് പോയിരിക്കുകയും ചെയ്ത്. ഇത് പിന്നെ എനിക്ക് നാളെ എന്താ വെച്ചാൽ ബാക്കിയും കൂടി ഉണ്ടാകുമ്പോ നമ്മൾക്ക് കൊണ്ടാവാനും കൂടി അവിടെ ഉണ്ടാക്കുന്നത്. അതാണ് ഇത്ര അരി ഉണ്ടാകുന്നത്. നമ്മളായിട്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിപ്പോ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം. അത് നമ്മൾ പക്ഷേ ഇവിടുന്ന് വാങ്ങിയതാണ്. നമുക്കിപ്പോൾ അരിക്കാനൊന്നും നേരമില്ല, ബിസിയാ. ഇത് കഴിഞ്ഞിട്ട് പക്ഷേ പിന്നെ ഗൈസ് കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇടാം. ഇതിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. കുരുമുളക് ഉണ്ടല്ലോ. ഇല്ല, കുരുമുളക് പൊടി ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ കുറച്ചുകൂടി പൊടി ഭയങ്കര സ്പെഷ്യൽ കുക്കാണ് ഗൈസ്. പക്ഷേ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇളക്കണേ, നല്ലോണം ഇളക്കാൻ നോക്കാം. ഇപ്പോഴേ നല്ല വരുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഉള്ളിയിടുന്ന പ്രിയപ്പെട്ടവളെ. കൈ അവിടെ ഇവിടെയൊക്കെ പൊള്ളിയുണ്ട് ഗൈസ്. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടും കുക്ക് ചെയ്യാം. അപ്പൊ നമ്മളമ്മമാരൊക്കെ കൈ എത്ര പൊള്ളുന്നുണ്ടാവും. പ്രൊഫഷണൽസ് നമുക്ക് അത് പ്രശ്നമല്ല. പിന്നെ പ്രൊഫഷണൽ അല്ലേ? ആണ്.
ഇതെന്താ സംഭവം? ഇത് ഇതാണ് മെയിൻ. അതല്ല അതിന്റെ ഒരു കളറാണല്ലോ. കേക്കിന്റെ ആവശ്യമൊന്നുമില്ല, ഉണക്കനാരങ്ങല്ലേ. എന്നാലും ഇട്ടോ. ഓക്കെ, ഉണക്കനാരങ്ങ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കണ്ണരിയും പിന്നെ ഉള്ളിയെ കുറിച്ച് ഒരു പാട്ട് പാടും. ഒന്നിപ്പോ ഞാൻ പാടാം. ഈ പാട്. ഉള്ളി ഇനി നമുക്ക് ഇതിടാം. ഇതെന്താ? നമ്മൾ ഉണ്ടാക്കിയ തക്കാളി പേസ്റ്റ്. തക്കാളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. തക്കാളി പേസ്റ്റ് ക്ലിയർ കാണാം. കൈ 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 നമുക്ക് ക്യാപ്സിക്കോ ആണ് കേട്ടോ വേണ്ടത്. ഈ കിട്ടാത്ത പേര് ക്യാപ്സിക്കോ ഇടാം. ഇത് ഒരു ക്യാപ്സിക്ക. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം. മറ്റേ ഫിറോസ് ഖാൻ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് തക്കാളി പേസ്റ്റ് നോർമൽ. അത് ഒഴിച്ചെടുക്കാം കേട്ടോ. അളവ് വെള്ളം എടുത്ത് ആര് കമന്റ് ഇടരുത് ഇത് ഇങ്ങനെ നെല്ല് ഉണ്ടാക്കല്, ഇവരെന്ത് പൊട്ടത്തരാ പറയും. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കല്, അതുകൊണ്ടാണ് ആരൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇതിൽ ഇടാൻ പോണത് എന്താ വെച്ചാല്, ഇനി നമ്മൾ എന്താ ഇടാൻ പോകുന്നത്? നാട്ടിൽ അടിച്ചുവിടുന്ന സ്പെഷ്യൽ പൊടിയാ. എന്താ പറയാൻ പറ്റില്ല. ഈ പൊടി മന്തിയിലും ഇടാം. ഈ പൊടി സ്പെഷ്യൽ പൊടിയാണ്. അടിച്ചു നോക്കിയാൽ അതിലുണ്ടാവും ഈ പൊടി ബേ ലീഫും നമ്മളെ സ്പൈസൊക്കെ ആയിട്ട് അടിക്കണതാ. ഇങ്ങനൊക്കെ ഒരു പൊടി ഇവിടെ ഉണ്ടായി. ഞാൻ ഇപ്പോഴാട്ടോ ഗൈസ് അറിയുന്നത്. ഇതിടാ. നമ്മൾ പറഞ്ഞു തരാത്തത് എന്താ വെച്ചാല് മൊത്തത്തിൽ എനിക്കറിയാം. നിങ്ങൾ അളവിന് ഇടട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ഇടാൻ പോകുന്നത്? കുരുമുളക് പൊടി. മുളക് പൊടി ഇടുക. കുറച്ച് മതി ഗൈസ്, കുറച്ച്. അല്ലെങ്കിൽ ഈ മുളക് പൊടി തുറക്കുമ്പോ ഒരു അച്ചിയല്ലല്ലോ. എന്നിട്ട് നല്ലോണം ഏലക്കി കൊടുക്കുക. ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ആട്ടോ നമ്മൾ ഗ്ലാസ് വെള്ളമാട്ടോ ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ചിക്കനാണ് മെയിൻ ആയിട്ടുള്ള സാധനം. അപ്പൊ ചിക്കൻ ഇടാൻ പോവുകയാണ് ഗൈസ്. ചിക്കനെ ഉണ്ട്. ഇത് എത്രയാണ് വാങ്ങിയത്? ഇനി പോയപ്പോ 200. 4 പച്ചമുളക് ഇട്ടോ. അപ്പം അതിന് ശേഷം മാഗി ക്യൂബ് ഇട്ടിട്ടോ ഗൈസ്. അതിനുശേഷം മാഗി ക്യൂബ് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. അനീന സ്പെഷ്യൽ മധുത്താണ് ഗൈസ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം മസ്റ്റായിട്ട്. തളിച്ച് പൊന്താനായിട്ടുണ്ട്. ഹായ്. ഇനി ഇതിലേക്ക് എന്താണ് ഒഴിക്കുന്നത്? വാട്ടർ. 4 ഗ്ലാസ് വാട്ടർ ആണ് എടുത്തത്. എത്ര അരി? എത്ര ഗ്ലാസ് അരി കഴിഞ്ഞു? 4 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. 4 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം കേട്ടോ. ഇനി അതിലേക്ക് എന്താണ് ഒഴിക്കുന്നത്? വെള്ളം. വെറൈറ്റി ഗ്യാസാ സാധനം. ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിടുക ഗൈസ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായില്ലേ എത്ര ഈ വെള്ളത്തിന് ഇപ്പൊ മൂട്ടിയിട്ടുണ്ട്. ഫുള്ളാക്കിയിട്ട് ഇത് ഫുള്ളാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി അരി ഇടാം ഗൈസ്. സംഭവം വലിയ കുക്കറിൽ ഗൈസ് നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒരു വിസിൽ വരുന്നവരെ കാത്തുക. എന്നിട്ട് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മധുരത്ത് റെഡി ആയിട്ടുണ്ട്. അനിന സ്പെഷ്യൽ മധുരത്താണ് കേട്ടോ. അപ്പം മധുരത്ത് നമ്മൾ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പം ഞാൻ മധുരത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.